ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഗെയിമിംഗ് പ്രോ എന്ന് പറയുന്ന പേരുണ്ടായിട്ട് ഗെയിം അധികം കളിക്കണില്ല. അപ്പം നമ്മൾ കുറച്ചൊരു ഗെയിം, ഒരു ഫുട്ബോൾ എടുത്തേക്കാം. നമ്മൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫുട്ബോൾ മാച്ച് ഗെയിം കളിക്കാം. നമുക്ക് നേരെ പോയിട്ട്, ഇത് യൂറോ കപ്പാണ്, അതുകൊണ്ട് ബ്രസീലൊന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കണില്ല. ഫ്രാൻസ് ഉണ്ട്, പിന്നെ കുറേ പോർച്ചുഗലുണ്ട്. ഇതിനകത്ത് ഏത് വേണം? ഒരു കാര്യം ചെയ്യും, ഇപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ പോർച്ചുഗൽ എടുക്കാം. പോർച്ചുഗൽ ഇത് കുറച്ച് നേരം എടുക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നേരം സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ പാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ എടുത്തോണ്ട് പോയിട്ടോ ഗൈസ്. സാധാരണ നമ്മളാണ് ഗോൾ അടിക്കാറ്, നമുക്ക് റിവെഞ്ച് എടുക്കാം ഗൈസ്. റിവെഞ്ച്. അവൻ വീണ്ടും ഗോൾ എടുക്കേണ്ടി വന്നു. ഞാൻ എടുക്കാം. അവൻ എന്ത് ചെയ്യുന്നു? ഇതില്ല. അവൻ്റെ എടുത്ത് പാസ് അതിന് ഗോൾ. ഗോൾ അടിക്കട്ടെ. ഗോൾ പറഞ്ഞു ഗോൾ എടുക്ക്. എടുത്തിട്ടുണ്ട്. പാസ് കൊടുത്ത് ചിപ്പായി. ചിപ്പ് അടിച്ചുകൊണ്ട് പാസ് കൊടുക്കാൻ പറ്റിയില്ല. അവൻ്റെ ഇത് ത്രോ, നമ്മുടെ ത്രോ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഈ കളി നമ്മൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാണ് ഇതിനകത്ത് ഷൂട്ടൗട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആരും പേടിക്കണ്ട. അല്ല നമ്മൾ മറ്റേ അല്ലാതെ സമായിട്ട് അങ്ങനെ ഇരിക്കുമെന്ന് ആരും പേടിക്കണ്ട. നമ്മൾ ഷൂട്ടൗട്ടുണ്ട്. നമ്മളെന്തായാലും സമം ആകത്തില്ല, നമുക്ക് രണ്ടുണ്ട്. ഇപ്പം 3 അടിക്കാൻ പറ്റുമോ നോക്കണം. പാസ് ഷൂട്ട്. ഷൂട്ട് അത് പറ്റിയില്ല. ഷൂട്ട് അതും പോയി. ഇവിടുത്തെ സ്ലൈഡ് അങ്ങ് പോയി. വലിയൊരു കോടി. അതും പോയി. എടുക്ക്. ഞങ്ങളുടെ ഫോണ്. അത് വലിയൊരു കിക്ക് തന്നെ കൊടുക്കണമല്ലോ. അത് എത്തണില്ല എൻ്റെ കൈ. അതെ. സൈഡിലുണ്ടോ? ഇങ്ങനെ ഇത് കോളിയൊക്കെ കൂലിയാണല്ലോ. ഇതെന്നെ വെറുതെ അല്ല, അവനെടുത്ത രീതിയിലാണ്. അവന്മാർ കിടുക്ക പാസ് അവന്മാർ കൂടുതലാണ്. അവന്മാർ ഡിഫൻഡ് പക്ഷേ ഈ ഒരു വരയ്ക്കപ്പുറമായിരുന്നു ഈ പെനാൽറ്റി കിട്ടിയെന്നെ. ഒറ്റ ഷൂട്ടങ്ങ് അതും കോണർക്ക്. യെസ്. അതറിയാതെ പറ്റിപ്പോയതാ, കുഴപ്പമില്ല. അത് ഞാൻ അടിക്കാൻ പോയത് ഗോള് പിടിച്ച്. ഗോളാവണ്ടായിരുന്നു. ഞാൻ അടിച്ച് കൈ വിട്ടപ്പം തന്നെ, ഗോളടിക്കാൻ കൈ വിട്ടപ്പം തന്നെ അപ്പം തന്നെ മറ്റേ ഹാഫ് ടൈം. അല്ലെങ്കിൽ നമുക്ക് 3-1 ആക്കാമായിരുന്നു. ഇനി നമ്മുടെ അപ്പുറത്താട്ടം. നമ്മുടെ ഹാഫ് ടൈം കഴിയുമ്പോൾ രണ്ടും മാറും കിട്ടും. അവന്മാർ കിടക്കും കളിയാവും. നമ്മൾ എങ്ങനെയൊക്കെയോ ഡിഫൻഡ് ചെയ്യും. അവന്മാർ കഴിഞ്ഞെടുത്ത് ഇടാനും എടുക്കെടുക്കാം. അത് അവന്മാർ പാസ് കൊടുത്ത് 2-2. അവന്മാർ കിടക്കും കളിയാട്ടോ. കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ ഡിഫൻഡ് ചെയ്തത്. എല്ലാത്തിനും വെട്ടിച്ച് കയറി. അത് ഗോളിയും പിടിച്ചു. അടുത്ത് കുട്ടി സ്കില്ലിട്ടെ ഗോള്. സിമ്പിൾ. റൊണാൾഡോ പോലത്തെ ഒരാളാണ്. റൊണാൾഡോയുടെ അടി നല്ലതില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ. കേരള ജയിച്ചിരിക്കുന്നു 3-2. ശരിക്കും കേട്ടോ പറഞ്ഞേ. 4-2. നല്ലതില്ല. അടുത്ത കളി നമ്മൾ എടുക്കാൻ പോണു. എടുത്ത് 5-2 ആക്കാൻ പോവാണ്. സിമ്പിൾ. ഈ ഗോളിക്കൊന്നും അറിയത്തില്ല. 5-2 സിമ്പിൾ. ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം സിമ്പിൾ. അത് അടുത്ത അത് ബോളൊന്ന് കൈ കിട്ടി. അത് ഓടിക്കുവേ. പതുക്കെ ചെറിയൊരു ഷൂട്ട് കൊടുക്കുക. ബൈസൈക്കിള് പുറകോട്ടുള്ള ബൈസൈക്കിള്. പക്ഷെ അവൻ മുമ്പോട്ട് തന്നെ ഉദ്ദേശിച്ചത്. നമ്മൾ സ്കില്ലിട്ടിട്ടുണ്ടിരിക്കും. ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോ 6-2 ഗൈസ്. ക്രിസ്ത്യാനോ 3 ഗോൾ അടിച്ചു.
2 ഗോൾ വേറെ ഇട്ടുന്നു. ക്രിസ്ത്യാനോക്ക് വീണ്ടും ക്രിസ്ത്യാനോ. ഓ ക്രിസ്ത്യാനോടാ അടി പോയി. അടുത്ത് ഇനി നമുക്ക് ഗോളിക്കാൻ പറ്റുന്ന കുറച്ച് പ്രയാസമാണ്. ക്രിസ്ത്യാനോ 4 ഗോളുകൾ ക്രിസ്ത്യാനോ അടിച്ചിരിക്കുന്നു. 4 ഗോളുകൾ. ഇതാണ് ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോക്ക് ഫുൾ ടൈം ഗൈസ് 7-2 അല്ല പിന്നെ.